നിത്യജീവിതത്തിൽ ഒരു മുസ്ലിം അങ്ങോട്ട് എഴുന്നേൽക്കുന്ന രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നമുക്ക് ചൊല്ലാനും ചെയ്യാനുമായി ധാരാളക്കണക്കിന് സുന്നത്തുകൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് നിർത്തിയപ്പോൾ അതൊക്കെ അങ്ങ് വഴിമാറ്റിയിട്ട് ആരൊക്കെയോ എഴുതിക്കൊണ്ടുവരുന്ന 313 വകയേടുകളും 44 വകയേടുകളും 4444 എണ്ണവും 333 എണ്ണവും വകയുമൊക്കെ ജീവിതത്തിൽ പകർത്തിയപ്പോൾ സമാധാനം പോയി. ശൈത്താനികമായ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ സമൂഹത്തിൽ വിളയാടി തുടങ്ങി. ഇവിടെയാണ് അബദ്ധം വന്നത്. അതുകൊണ്ട് ശരിയായ മതത്തിൻ്റെ ആ ശരിയായ തത്വങ്ങളിലേക്ക് മനുഷ്യൻ മടങ്ങി വരലേ നിവൃത്തിയുള്ളൂ. അവിടെ അവനെ രക്ഷിക്കുന്നവൻ റബ്ബാണ്. അവന് ഉപദ്രവം വരുത്താനും ഒന്നിനെ കൊണ്ടും കഴിയൂല. പുറത്തേക്കിറങ്ങുമ്പോൾ കണി കാണൽ മുസ്ലിമീങ്ങൾക്ക് പോലും വല്ലാത്തൊരു ഭയം. ഒരു കാലിച്ചാക്കുമായി കാലിക്കൊട്ടയുമായി ഒരാളെ രാവിലെ കണ്ടാൽ വല്ലാത്തൊരു പേടി. വിധവയായ മാപ്പിള മരിച്ച ഒരു പെണ്ണിനെ കണ്ടാൽ വല്ലാത്തൊരു പേടി. ഗർഭിണികൾക്ക് പ്രത്യേക പേടി. കാക്ക ശബ്ദിച്ചാലൊരു പ്രത്യേക വിശ്വാസം. കൈയുടെ ഭാഗം ചൊറിഞ്ഞാലൊരു പ്രത്യേക വിശ്വാസം. അതുപോലെ തന്നെ ഗൗളി ശബ്ദിച്ചാൽ, പല്ലി ചെലച്ചാൽ അതിനൊരു പ്രത്യേക വിശ്വാസം. കരിമ്പൂച്ച വിലങ്ങ് ചാടിയാൽ അതിനൊരു പ്രത്യേക വിശ്വാസം. ഇങ്ങനെ ഒരു 100 കൂട്ടം അന്ധവിശ്വാസങ്ങളിലേക്ക് ഈ സമുദായം പോകുമ്പോൾ അതേ വീട് വീടാന്തരം കയറിയിറങ്ങിക്കൊണ്ട് ഈ സമൂഹത്തോട് പറയുന്നു, ഇല്ല, മാനവ സമൂഹത്തിൻ്റെ മാർഗദർശനത്തിന് വേണ്ടി റബ്ബ് അവതരിപ്പിച്ച ഇസ്ലാമിൽ ഇതൊന്നുമില്ല. അതിൻ്റെ ശരിയായ റൂട്ടിലേക്കുള്ള മടക്കമേ നിവൃത്തിയുള്ളൂ. ദിവസത്തെ ചീത്ത പറയുന്നവരില്ലേ, ദുർദിനങ്ങളെന്ന് പേര് പറയുന്നവരില്ലേ, ഇന്ന ദിവസം കല്യാണത്തിന് പറ്റൂല, വാഹനമോടിക്കാൻ പറ്റൂലെന്ന് പറയുന്നു. അങ്ങനെ കല്യാണം മാറ്റി നിശ്ചയിക്കുന്നവർ, ദിവസത്തെ നഹസാക്കുന്നവർ, ദിവസത്തെ ചീത്ത പറയുന്നവർ, കാറ്റിനെ ചീത്ത പറയുന്നവർ, അതുപോലെ തന്നെ മഴയെ ശപിക്കുന്നവർ, അങ്ങനെ പലതിൻ്റെയും പേരിൽ പലതിനും വേണ്ടി പലയിടങ്ങളിലേക്കും വഴിപാടുകൾ സമർപ്പിക്കുന്നവർ, അങ്ങനെ 100 കൂട്ടം കാര്യങ്ങളിലൂടെ ഈ സമൂഹം ഇങ്ങനെ അന്ധവിശ്വാസങ്ങളിലൂടെ അനാചാരങ്ങളിലൂടെ നെട്ടോട്ടമോടുന്നു.